പേര് സലീന അമ്മ. ഞാൻ നെടുമുന്നിൽ നിന്ന് വരുന്നു. ഞാൻ കഴിഞ്ഞ മാസം 22-ാം തീയതി എനിക്ക് കൊളസ്ട്രോളും ഉണ്ടായിരുന്നു, കൂടുതലായിരുന്നു. അത് ഡോക്ടർ നോക്കാൻ പറഞ്ഞു. ഞാൻ നോക്കി, അപ്പോൾ 283 ഉണ്ടായിരുന്നു. ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് എനിക്ക് 50 എൻ്റെ അളവ് കുറച്ച് തരണമെന്ന് പറഞ്ഞു. ഈ മാസം 22-ാം തീയതി നോക്കിയപ്പോൾ എൻ്റെ കൊളസ്ട്രോൾ എനിക്ക് 233 വന്നു. 50 തന്നെ കുറച്ച് തന്നു. അതിന് മാതാവിന് 1000 നന്ദി പറയുന്നു. എനിക്ക് തൈറോയ്ഡ് ഉണ്ടായിരുന്നു, പ്രഷറും ഉണ്ട്, ഷുഗറും ഉണ്ട്. പ്രഷറും തൈറോയ്ഡും ശേഷം മാറി. അതിന് ദൈവത്തിന് നന്ദി പറയുന്നു. എൻ്റെ മകന് വേണ്ടി ഒരു കാര്യം പറയുന്നു. മകൻ MBAക്ക് പഠിക്കുകയാണ്. അവന് ബിയറും ബിയറടി ഉണ്ടായിരുന്നു, സിഗരറ്റ് വലിക്ക് അടിമയായിരുന്നു. അത് ഞാൻ മാതാവിനോട് സാക്ഷ്യം പറയാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അത് രണ്ടും അവൻ പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചു. പിന്നെ അവനിപ്പോൾ MBAക്ക് ഒരു പ്രോജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോഫ്റ്റ്വെയർ പഠിച്ചു കഴിഞ്ഞ് അവനൊരു ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുകയാണ്. അത് തരുമെന്ന് ഞാൻ മാതാവിനോട് എപ്പോഴും അപേക്ഷിക്കുന്നുണ്ട്. തരുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്, വിശ്വാസമുണ്ട്. എന്നെല്ലാം ദൈവത്തിന് നന്ദി പറയുന്നു. ദൈവത്തിന് നന്ദി പറയാം. ഒരു അമ്മ മകൻ്റെ മദ്യപാനവും ദുശ്ശീലവും മാറണമെന്ന് അങ്ങനെ മാറിയാൽ ഞാൻ സാക്ഷ്യം പറഞ്ഞു കൊള്ളാം. ദുശ്ശീലങ്ങൾക്ക് അടിമപ്പെട്ട എൻ്റെ മകൻ ആ ദുശ്ശീലത്തിന് വിടുതൽ പ്രാപിച്ച് ജീവിച്ചാൽ ഞാൻ സാക്ഷ്യം പറഞ്ഞു കൊള്ളാമെന്ന് പറഞ്ഞപ്പോൾ അത് സംഭവിച്ചുവെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്കും ഇതൊരു സാക്ഷ്യമാണ്. നമ്മൾ ദൈവത്തിന് മഹത്വം കൊടുക്കാം എന്ന് പറയുമ്പോൾ മക്കളുടെ ദുശ്ശീലമോ ജീവിത പങ്കാളിയുടെ ദുശ്ശീലമോ മാറുമെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുക്കാനായിട്ട് നമുക്ക് കഴിയുന്നില്ല? ഏത് ദുശ്ശീലമാണോ ആ ദുശ്ശീലത്തിൽ നിന്ന് മാറിക്കെട്ടിയാൽ ഞാൻ സാക്ഷ്യം പറഞ്ഞുകൊള്ളാമെന്ന് വാക്ക് കൊടുക്കുക, ദൈവത്തെ മഹത്വപ്പെടുത്തുക. അങ്ങനെ ദൈവം മഹത്വത്തിൽ വസിക്കുന്ന ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തെ വീണ്ടും നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.